പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണവുമായി നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു. ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയെന്നും കരഞ്ഞ് കാല് പിടിച്ചിട്ടും തിരികെ തന്നില്ലെന്നും NM രാജു വെളിപ്പെടുത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ പണം നൽകി സഹായിക്കാറുണ്ടെന്നും അത് കൃത്യമായി തിരിച്ചുകൊടുത്തെന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ മറുപടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആന്റോ ആന്റണി MPക്ക് 2 കോടി രൂപ നൽകിയെന്നാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു ആരോപിക്കുന്നത്. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് തുക വാങ്ങിയത്. എന്നാൽ ഇതുവരെ 2 പ്രാവശ്യമായി 10 ലക്ഷം വീതം 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത്. ആ ക്യാമ്പയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. കേരള കോൺഗ്രസ് എം സംസ്ഥാന ട്രഷററും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്നു അന്ന് രാജു. വ്യക്തിബന്ധം കൊണ്ടാണ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പണം നൽകിയതെന്നും രാജു വ്യക്തമാക്കുന്നു. എന്നാൽ വെളിപ്പെടുത്തലിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ആന്റോ ആന്റണി MP 2 കോടി വാങ്ങിയെന്ന ആരോപണം തള്ളി. എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തു. ആന്റോ ആന്റണിക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണെന്നും ഇക്കാര്യം EDയെയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചെന്നും NM രാജു വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്രയ്ക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ആന്റോ ആന്റണിക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമുയരുന്നത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കും. വരും ദിവസങ്ങളിൽ വിഷയം ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കിയേക്കും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.